എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സത്യസന്ധമായ സൗഹൃദത്തെക്കുറിച്ചാണ്. ബൈബിൾ നമ്മളോട് പറയുന്നത് അനർത്ഥകാലത്ത് അവൻ നമുക്ക് സഹോദരനായി തീരുന്നു എന്നാണ്. എന്തെന്ന് വെച്ചാൽ, ജീവിതത്തിന്റെ വെളിച്ചത്തിലും ഇരുട്ടിലും നമ്മളെ കൈവിടാതെ നിൽക്കുന്ന കുറച്ച് സൗഹൃദങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. ജീവിതത്തിൽ നമ്മൾ പലരെയും കാണുന്നു. ചിരിയുള്ള ദിവസങ്ങളിലും നമ്മുടെ സന്തോഷമുള്ള ദിവസങ്ങളിലും അവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ വിജയത്തിന്റെ സമയത്ത് നമുക്ക് വേണ്ടി കൈയടിക്കുന്നവരും സന്തോഷത്തിൽ പങ്കുചേരുന്നവരും കുറവല്ല. എന്നാൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അനർത്ഥകാലത്ത് അവർ നമ്മുടെ കൂടെ കാണണമെന്നില്ല. അപ്പോൾ ബൈബിൾ ഈ വാക്യം പറയുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. അതായത്, സത്യമായ സ്നേഹമുള്ള സ്നേഹിതൻ നമുക്ക് സുഹൃത്ത് മാത്രമല്ല, അവൻ നമുക്ക് സഹോദരനും കൂടെയാണ്. സഹോദരൻ എന്നാൽ എന്താണ്? നമ്മുടെ വീഴ്ചകളെ അറിഞ്ഞിട്ടും കൈവിടാത്തവൻ, നമ്മുടെ കണ്ണുനീർ കണ്ടാൽ മാറി നിൽക്കാത്തവൻ, നമ്മൾ തളരുമ്പോൾ നീ ഒറ്റയ്ക്കല്ല എന്ന് നമ്മളോട് പറയുന്നവൻ. യേശുവിന്റെ ജീവിതം നോക്കൂ. ശിഷ്യന്മാരോട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു. അവന്റെ സ്നേഹം വാക്കുകളിൽ ഒതുങ്ങിയില്ല, കുരിശു വരെ ചെന്നു. അതാണ് എല്ലാ കാലത്തുമുള്ള സ്നേഹം. ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ആരുടെയെങ്കിലും അനർത്ഥകാലത്ത് സഹോദരനായി മാറിയിട്ടുണ്ടോ? എന്റെ സൗഹൃദം ചെറിയ കാലത്തേക്ക് മാത്രമാണോ നിലനിന്നത്, അല്ലെങ്കിൽ കഷ്ടകാലത്തും ഞാൻ അവരുടെ കൂടെ നിന്നു? സത്യസ്നേഹം ലാഭം നോക്കിയല്ല, അത് സൗകര്യവും നോക്കിയല്ല, അത് ത്യാഗം അറിയുന്നു, സഹനം അറിയുന്നു, വിശ്വസ്തത അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചിലരെ അയക്കുന്നു, നമ്മുടെ കണ്ണീർ തുടയ്ക്കാൻ, വീഴ്ചയിൽ കൈപിടിച്ചുയർത്താൻ, അന്ധകാരത്തിൽ വെളിച്ചമാകാൻ. അവരെ വിലമതിക്കൂ, അവർക്കായി നന്ദിയുള്ളവരാകണം. അതിലും വലിയ വിളി ഇതാണ്, നിങ്ങൾ തന്നെ അത്തരമൊരു സ്നേഹിതനാകുക. മറ്റുള്ളവർക്ക് എല്ലാ കാലത്തും സ്നേഹിക്കുന്നവനാകുക. അനർത്ഥകാലത്ത് അവർക്ക് നിങ്ങൾ സഹോദരനായും മാറുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തോടൊപ്പം നിങ്ങൾ സ്പർശിക്കുന്ന അനേകായിരം ജീവിതങ്ങളും മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.